ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റീസെന്റ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ സെയിൽ നടന്ന ടൈമിൽ ഞാൻ കുറെ അധികം പ്രോഡക്ട്സ് അധികം മേടിച്ചിട്ടുണ്ട്. അത് ബിക്കോസ് അത്രയും അധികം ഓഫേഴ്സിൽ എനിക്ക് കിട്ടി. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെയാണ് പ്രോഡക്ട്സ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിൽ നിന്നും ഞാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും കുറെ നാളുകൊണ്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള 2 പ്രോഡക്ട്സ് എനിക്കൊരു കോംബോ ഓഫറിൽ കിട്ടി. സോ ആ പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നത്. സോ അത് ഏത് പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഇത് വന്നിട്ട് നമ്മുടെ വേഗയുടെ ഹെയർ സ്ട്രെയിറ്റ്നറും ഹെയർ കേളറുമാണ്. കുറേ ദിവസം ഞാൻ വിചാരിച്ച് മേടിക്കണം എന്ന് വിചാരിച്ചു ആക്ച്വലി. പക്ഷേ റീസൺസ് വേറെ ഒന്നും ഇല്ല എങ്കിലും കുറെ ദിവസം കൊണ്ട് ഞാൻ മേടിക്കണം എന്ന് പറഞ്ഞ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടതാണ്. അപ്പോഴേക്കും ഫ്ലിപ്കാർട്ട് സെയിൽ നടന്ന സമയത്ത് ഓഫർ പ്രൈസിൽ ഇത് നല്ല ഓഫറിൽ വന്നു. ആക്ച്വലി ഇതിന്റെ റേറ്റ് 2750 രൂപയായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ട്. പക്ഷേ എനിക്ക് ഓഫറിൽ ഫ്ലിപ്കാർട്ട് സെയിൽ ചെയ്യുന്നത് ഇതെനിക്ക് 1825 രൂപയ്ക്ക് കിട്ടി ഗൈസ്. അതാണ് ഹൈലൈറ്റ്. എനിക്ക് ഇത്രയും അധികം ഒരു പ്രൈസ് ഡ്രോപ്പ് ഈ ഒരു പ്രോഡക്ട്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടു എന്ന്. സോ ഈ പറയുന്ന ഫ്ലിപ്കാർട്ട് സെയിൽ വന്ന സമയത്ത് ഇത്രയും അധികം പ്രൈസ് ഡ്രോപ്പ് ഈ ഒരു പ്രോഡക്റ്റിന് വന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഉടനെ തന്നെ ഞാൻ ഓർഡർ ആക്കി മേടിച്ചിട്ടുള്ള സാധനമാണ്. ഭയങ്കര ഫാസ്റ്റ് ഡെലിവറിയിൽ എനിക്ക് കിട്ടി. ഐ എം സോ എക്സൈറ്റഡ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാൻ. ബിക്കോസ് ഇന്ന് വരെയും ഞാൻ ഡയറക്ട്ലി കയ്യിൽ മേടിച്ചിട്ട് സ്ട്രെയിറ്ററും കേളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഹെയർ ഡ്രയറും ബാക്കി കാര്യങ്ങളൊക്കെ 3-in-1 ബ്രഷൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഗീവ് അവേ കൊടുത്തിട്ടുള്ള ഒരു ബ്രഷ് ആയിരുന്നു. 4000 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അത്. ഹെയർ അതായത് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാം, കേൾ ചെയ്യാം, ഡ്രൈ ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഹോട്ട് എയർ ബ്രഷ്. പക്ഷെ ഇതിന് വേണ്ടി, അതായത് ഹെയർ സ്ട്രൈറ്റ്നറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ്, ഹെയർ കേളറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ്. സോ ഈ 2 കാര്യങ്ങളും സെപ്പറേറ്റ് 2 പ്രോഡക്ട്സ് ആണ് കോംബോ ആയിട്ട് എനിക്ക് ഇത്രയും അധികം ഒരു പ്രൈസ് ഡ്രോപ്പിൽ കിട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും മേടിച്ചില്ല, വാങ്ങിച്ചു. സോ ഐ എം സോ എക്സൈറ്റഡ് ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ കരുതി ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് ഇത് അൺബോക്സ് ചെയ്തിട്ട് ആൻഡ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. വേഗയുടേത് ആക്ച്വലി കുറെ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടാണ് മേടിച്ചത്. അതുപോലെയാണ് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം. ഒട്ടും ഡിലേ ഇല്ലാതെ ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഓക്കെ, 2800 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് 1825 രൂപയ്ക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും വേർത്താണ്. ഇതാണോ അല്ലേ നമുക്ക് നോക്കാം. കോംബോ ആണ് ഗൈസ്. ആ 2 പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ബിക്കോസ് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും അല്ലല്ലോ എന്ന്. പക്ഷെ എനിക്കിത് ഒരുപാട് കാര്യമാണ്. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചു. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മുടെ 2 പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നറും ഹെയർ കേളറും ഇവിടെ മനോഹരമായി അവർ വെച്ചിട്ടുണ്ട്. ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് പ്രോഡക്ട്സിന്. യെസ് ഗൈസ്, ഫൈനലി എൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ആൻഡ് ഓൾസോ എൻ്റെ ഹെയർ കേളർ. സോ ഐ എം സോ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ പ്രോഡക്റ്റ് ഡെലിവർ ആയപ്പോൾ തൊട്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി ദ ടൈം വന്നെത്തിയിരിക്കുന്നു. ഓക്കെ, സോ ഇത് വേഗയുടെ ആണ്. ഇതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 year വാറണ്ടി, വാർണിംഗ്സ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇത് യൂസ് ആക്കുന്നത്, യൂസർ മാനുവൽ ഒക്കെ ഉണ്ട്. 2 പ്രോഡക്ട്സിൻ്റെയും ഉണ്ട്. ബോത്ത് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നറിൻ്റെയും ഹെയർ കേളറിൻ്റെയും വാറണ്ടി കാർഡ്. അത് ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റൈലിംഗ് ടിപ്സും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ വന്നിട്ട്. കംഫർട്ടബിൾ ആണ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ക്വാളിറ്റി വൈസ് തൊട്ടൊക്കെ നോക്കിയപ്പോൾ ഓക്കെയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആൻഡ് ഫൈനലി ഇതാണ് ഹെയർ കേളർ. ആക്ച്വലി എനിക്ക് ഹെയർ സ്ട്രെയിറ്റ്നറിനെക്കാട്ടിലും ഹെയർ കേളറിനോടാണ് ഭയങ്കര വാങ്ങണമെന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഹെയർ സ്ട്രെയിറ്റ്നർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നർ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. സോ നമുക്കിനി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഹെയർ കേളിലോട്ട് പോകുന്നില്ല. ഫസ്റ്റ് ഹെയർ സ്ട്രെയിറ്റ്നർ ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബി ബ്ലെൻഡിന്റെ സലൂൺ ലൈക്ക് ഹെയർ നമുക്ക് ഹോട്ട് സ്പ്രേ ആണ്. ഷോർട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ആണ് ഇത്. ആക്ച്വലി ഞാൻ നേരത്തെ മേടിച്ചിട്ടുള്ള, നമ്മൾ നേരത്തെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഗീവ് അവേ കൊടുത്ത പ്രോഡക്റ്റ് ആയിട്ടുള്ള 3-in-1 ഹോട്ട് എയർ ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ. സോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാം. സോ ദാറ്റ് നമ്മുടെ ഹെയറിന് വേറെ ഡാമേജ് ഒന്നും ആവില്ല. ഓക്കെ, ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് അഴിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം
ഐ എം സോ എക്സൈറ്റഡ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് ദിവസമായിട്ട് ആക്ച്വലി ഇത് ഡെലിവറായി കിട്ടിയിട്ട്. അപ്പം അന്ന് തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊന്ന് യൂസാക്കി നോക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പ്ലഗ് ഒക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയർ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒന്ന് നമ്മുടെ ഹെയറിൽ ഈ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒന്ന് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കൊന്ന് യൂസർ മാനുവൽ നോക്കാം. ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗ ടു യൂസ് ദ ഹെയർ സ്ട്രൈറ്റനർ. ഇൻസേർട്ട് ദ പ്ലഗ് ഓഫ് ദ ഹെയർ സ്ട്രൈറ്റനർ. ഓക്കെ, ആക്ച്വലി എനിക്കിത് പേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ഹീറ്റ് വരുന്നുണ്ട്. ഓൺ ബട്ടണും ഓഫ് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൺ ബട്ടൺ ആക്ച്വലി കൈ പൊള്ളിയാ തീർന്നു. യെസ് അകത്ത് ഒരു റെഡ് ലൈറ്റ് കത്തും. റെഡ് ലൈറ്റ് കത്തുന്നത് ഓൺ ആണ്, അല്ലാത്തപ്പോൾ ഓഫാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് റൈറ്റിലോട്ട് ആക്കുമ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഈ സിംഗിൾ ടേമിൽ ആക്ച്വലി ഞാൻ കാണുന്നില്ല. ടെമ്പറേച്ചർ അല്ലാതെ ഓൾറെഡി ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുന്നുണ്ട്. ഹെയർ കരിഞ്ഞു പോവോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, കണ്ടറിയാം. ഇനി ഹെയർ കരിഞ്ഞു പോയാൽ ഞാൻ ഫുൾ പോയി മുട്ട അടിക്കേണ്ടി വരും ആ അവസ്ഥ. കാരണം കറക്റ്റ് സെൻറ്റർ ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് ഞാൻ ഈ എടുക്കുന്നത്. ഓക്കെ, കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുത്തു. സത്യത്തിൽ ഗൈസ്, ഞാൻ സ്വന്തമായിട്ട് ഹെയർ സ്ട്രെയിറ്റൻ ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടി. നല്ല ചൂടുണ്ട് ടെമ്പറേച്ചർ. നമുക്ക് കുറച്ച് ഹെയറിൽ എടുക്കാം. റിസ്ക് എടുക്കണ്ട. ഓക്കെ, സോ റിസ്ക് എടുക്കണ്ട. ഇനി എൻ്റെ മുഖം എരിഞ്ഞു പോവോ എന്നുള്ളൊരു പേടി എനിക്കുള്ളൂ. ആക്ച്വലി നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ അവർ ചെയ്തു തരുമല്ലോ, അപ്പം നമുക്ക് കൂടുതൽ ടെൻഷൻ ഇല്ല. അവർ ഭയങ്കര കൂളായിട്ട് നിന്നാ ചെയ്യുന്നതെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പേടി. നോക്കാം. ഒരു 60 to 120 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണമെന്ന് അതിലുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഹെയർ എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. നല്ല രീതിക്ക് ഇത് സ്ട്രൈറ്റൻ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹെയറിന് കൂടുതൽ ഡാമേജ് ആക്കില്ല. ഞാൻ സാധാരണ ഫുൾ സ്ട്രൈറ്റ് ചെയ്യാറില്ല, പക്ഷെ എങ്കിലും നമുക്ക് ചില പോർഷൻസ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയി കിടക്കുമ്പോൾ കുറച്ച് ഭംഗി തോന്നില്ല. യെസ് ഗൈസ്, ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഭംഗിയായിട്ട് എനിക്കിത് സ്ട്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. പല രീതിക്കും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഫ്ലാറ്റ് ആയിട്ട് അയൺ ചെയ്യാം. ഇനി സോഫ്റ്റ് കേൾസ് നമുക്ക് സ്ട്രൈറ്റ്നർ വെച്ച് തന്നെ മേക്ക് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് വേണം ഇത് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടി. ഫൈനലി എൻ്റെ ഹെയർ നല്ല സ്ട്രൈറ്റൻ ആവുന്നുണ്ട്. ഈ ഒരു സെക്ഷൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സെക്ഷൻ എടുത്തു, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ഹോൾഡ് ഇറ്റ് ഫോർ 60 to 120 സെക്കൻഡ്. ആഫ്റ്റർ ദാറ്റ് നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. യെസ് സൂപ്പർബായിട്ട് ഇത് സ്ട്രൈറ്റ് ആയി വരുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഭയങ്കര ഈസിയാണ് ഇത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എടുക്കുക, ഹോൾഡ് ഇറ്റ് ഫോർ 60 to 120 സെക്കൻഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്കിത് നന്നായിട്ട് നമുക്കിത് സ്മൂത്തായിട്ട് നമുക്കിത് സ്ട്രൈറ്റൻ ചെയ്തെടുക്കാം നമ്മുടെ ഹെയർ. ഓക്കെ, ഞാൻ പൊതുവെ സ്ട്രൈറ്റൻ ഹെയർ ഇഷ്ടപ്പെടുന്ന ആളല്ല. ടോട്ടൽ ഹെയർ ഞാൻ സ്ട്രൈറ്റ് ചെയ്യത്തുമില്ല. എങ്കിലും ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ ഹെയർ സ്ട്രൈറ്റ് ആയി കിടക്കുന്നത് കുറച്ച് ഭംഗിയായിട്ട് തോന്നുമല്ലോ. ആ സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് ചെയ്യാൻ ഒരു സാധനമൊക്കെ എനിക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഓക്കെ, ഞാൻ ഈ ഒരു കുറച്ച് സൈഡ് മാത്രമേ ഞാൻ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും മാത്രം ഒന്ന് ഫസ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് ദിസ്.
കണ്ടില്ലേ ഗൈസ്, നല്ലതായിട്ട് ഇത് സ്ട്രൈറ്റനായി വരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് ജാക്ക് പോട്ട് അടിച്ചു ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ നിന്നും എനിക്ക് ജാക്ക് പോട്ട് അടിച്ചു. ഏകദേശം 1000 റുപ്പീസോളം എനിക്ക് പ്രൈസ് ഡ്രോപ്പിലാണ് ഈ ഒരു പ്രോഡക്റ്റ്. സോ വെർത്താണ് ഗൈസ്, വെർത്താണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ അവിടുത്തെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്ത് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഇരുന്ന് ചെയ്തതുകൊണ്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ചെയ്യാനുള്ള പേഷ്യൻസ്, സമാധാനം, ക്ഷമയും എനിക്കില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇതാ കണ്ടില്ല ഗൈസ്, ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ ഓവറായിട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ഹെയർ നല്ല രീതിക്ക് സ്ട്രെയിറ്റനായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു സൈഡിലുള്ള കുറച്ച് ഹെയർ എടുത്തിട്ടാണ് ഞാൻ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഈ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത ഭാഗത്തുള്ള ഹെയർ ഇപ്പം ഞാൻ തൊട്ട് നോക്കും ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. ആ ഒരു ജടയെല്ലാം കംപ്ലീറ്റ്ലി മാറി, അല്ലെങ്കിൽ ഇത് ഇതുപോലെയാണ് കിടന്നത്. അപ്പോൾ അതൊന്ന് മാറിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സൂപ്പർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പക്കയാണ്. നമുക്കൊരു 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കുന്നു ഞാൻ. 1000 രൂപയോളം എനിക്ക് ഓഫറിൽ കിട്ടിയ പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും വേർത്താണ് ഈ ഒരു സ്ട്രെയിറ്റ്നർ. ഇനി നമുക്ക് കേളറിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള ഹെയർ നമുക്ക് കേൾ ചെയ്യാൻ ഗൈസ്. ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് കേൾ ചെയ്യാനാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു കുറേ ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേളർ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ കേളർ തന്നെയാണ് നോക്കി. അപ്പോഴാണ് ഈ ഒരു ഓഫർ കണ്ടിട്ട് ഇത് തന്നെ മേടിച്ചത്. ഞാൻ അങ്ങനെ സ്ട്രെയിറ്ററിന്റെ ആളല്ല ആക്ച്വലി. എങ്കിലും ചില ഒക്കേഷൻസിൽ നമുക്കിങ്ങനെ തോന്നുമല്ലോ സ്ട്രെയിറ്റ് ചെയ്തിട്ടാൽ അടിപൊളി ആയിരിക്കുമെന്ന്. പണ്ട് ഞാൻ അതൊക്കെ ഇപ്പൊ പറയണ്ട, എന്നാലും ഞാൻ പറയുന്നു. പണ്ട് ഒരു 3 years ബാക്ക് എനിക്ക് ഏതോ സമയത്ത് എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ട് ഞാൻ ഹെയർ പോയിട്ട് സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇങ്ങനെ കിടക്കുന്നത്, നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെ വടി പോലെ നിൽക്കും. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ടൈം എടുത്ത് ഒരിക്കൽ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ടൈം എടുത്ത് കട്ട് ചെയ്ത് നൗ മൈ ഒറിജിനൽ ഹെയർ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലെ കുറച്ച് ഹെയർ സ്ട്രൈറ്റ് ചെയ്തിടാൻ വേണ്ടിയാണ് ഞാൻ സ്ട്രൈറ്റർ മേടിച്ചത്. ആക്ച്വലി എനിക്ക് കേളറിനെയാണ് ആവശ്യമുണ്ടായിരുന്നത്. സോ നമുക്കിനി ഈ ഒരു സൈഡിൽ കേളർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനും എഗെയിൻ നമുക്ക് വീണ്ടും എൻ്റെ ഡ്രസ്സിലൊക്കെ ഇത് വീണു. ഓക്കെ, ഇപ്പുറത്ത് നമുക്ക് ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നന്നായിട്ട് കൊടുക്കാം. സോ ദാറ്റ് നമ്മുടെ ഹെയറിനൊന്നും പറ്റില്ല. സോ അതാണ് ഞാൻ കുറച്ചുകൂടെ കേളിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, അങ്ങനെ ഞാൻ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ ഹെയറിൽ. അങ്ങനെ കേൾ ചെയ്തു. നമുക്കത് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തു, അതങ്ങനെ കിടക്കട്ടെ. നമുക്ക് കേൾ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയില്ല. ഇതും അടിപൊളിയാണ്, ഈസി ടു യൂസ് ആയിരിക്കും. മേ ബി ഇതിൻ്റെ യൂസർ മാനുവൽ നമുക്കൊന്ന് നോക്കാം. ഹെയർ കളറിന് ഇൻസേർട്ട് ദ പ്ലഗ്. ഓക്കെ, അഗെയിൻ 60 to 120 സെക്കൻഡ് വരെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റായിട്ടൊന്ന് കേൾ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ, ജസ്റ്റ് ലൈക്ക് ദി ഹെയർ സ്ട്രൈറ്റ്നർ പോലെ തന്നെ. അപ്പം നമുക്കിത് യൂസ് ആക്കി നോക്കാം ഹെയർ കേളർ. ഞാൻ ഇതിൻ്റെയും കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഡൗട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം, കാരണം ഞാൻ ഇന്ന് വരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് ഓൾറെഡി ഇപ്പം ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ചെയ്യണം. സോറി, ഞാൻ പേടിച്ചു പോയി ഗൈസ്. പ്ലഗിൽ നിന്ന് ഇത് ഊരി വന്നു. ഡൺ. പ്ലഗിൽ നിന്ന് ഇത് ഊരി വന്നു. ഓക്കെ, ഇനി നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ അഗെയിൻ ഇതിലും ഒരു റെഡ് ലൈറ്റ് കത്തും. ഈ ഒരു റെഡ് ലൈറ്റ് കത്തുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്ലയൻസ് ഓൺ ആയിട്ടുണ്ട് എന്നാണ്. സോ നമുക്കിനി ഇത് ഇതെങ്ങനെ നമുക്ക് പിടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഹെയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. കുറച്ച് ഭാഗം ആദ്യം നേരത്തെ പോലെ തന്നെ കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ ഞാൻ എടുക്കുന്നുണ്ട്. ചുമ്മാ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുടിയുടെ കാര്യമല്ലേ. പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പോയി ഓക്കെ പലതരത്തിലും നമുക്ക് കേൾ ചെയ്യാം. ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ഇറ്റ് ഫോർ 60 to 120 സെക്കൻഡ്. ആക്ച്വലി ഇങ്ങനെ അല്ലാതെ വേറൊരു വഴിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം അയ്യോ ഗൈസ്, എൻ്റെ ഹെയർ വരുന്നു. ഓക്കെ
ഇതിപ്പോ ഇങ്ങോട്ടല്ലേ വന്നത്, എനിക്ക് തിരിച്ചാ വേണ്ടത്. സോറി, നമുക്കൊന്നും കൂടെ തിരിച്ച് ട്രൈ ചെയ്യാം. എനിക്ക് അകത്തോട്ട് മതി കേഴ്സ്, എനിക്ക് പുറത്തോട്ട് വേണ്ട. നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. യാ സോ യാ ദാറ്റ്സ് ഓൾ ഐ വോണ്ട്. യെസ് so I'm so happy. Yes guys, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഈ ഒരു ഹെയർ കേളിങ് ഈ സൈഡ് ആയതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് നോക്കാം ബാക്കിയുള്ള പോർഷൻ ഒന്ന് എടുത്ത് നോക്കാം. അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ഒന്ന് നോക്കിയിട്ട് അതെടുത്ത് പുറത്തിടാം. ഓക്കെ, സോ വേറൊരു മെത്തേഡ് ഞാൻ കണ്ടത് ഇങ്ങനെ, അതായത് ഫുള്ളായിട്ട് ഞാൻ ഒരു ട്യൂട്ടോറിയൽ കണ്ടതാണ്. ജസ്റ്റ് ഇങ്ങനെ. ഇനി നമുക്ക് കേൾ ചെയ്യുമ്പോൾ വേറൊരു മോഡലിലുള്ള കേൾസ് കിട്ടും. സോ ഇത് ഉയരം കൂടെ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊരു നമുക്കിങ്ങനെ വെച്ചു. നമുക്കിനി ഒരു 60 to 120 സെക്കൻഡ് കണ്ണടച്ചിരിക്കാം. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റിമൂവ് ആക്കി കൊടുക്കാം. ഇത് ആക്ച്വലി വേറൊരു കേളാണ്. ആക്ച്വലി എൻ്റെ ഹെയർ ഓൾറെഡി ഇപ്പം കേളാണെന്ന് തോന്നുന്നു. ഇപ്പം ഇത് വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഓക്കെ കുഴപ്പമില്ല, എൻ്റെ ഇതാണ്. അപ്പം എനിക്ക് എൻഡാണ് കേള് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഈ എൻ്റെ അടുത്ത് കേള് ചെയ്ത് നോക്കാം. ഓൾറെഡി ഇതാണ് എൻ്റെ ഹെയർ. എൻ്റെ നാച്ചുറൽ ഹെയർ നല്ല ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഹെയർ തന്നെ നോക്കി നോക്കാം. അപ്പം നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇത് ഹെയർ ഓൾറെഡി നമ്മൾ സ്ട്രൈറ്റൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്ന കുറച്ചുകൂടെ ഈ ഒരു ഹെയറിലായിരിക്കും. സോ നമ്മൾ കുറച്ച് ഹെയർ എടുത്ത് നമുക്ക് കേൾ ചെയ്ത് നോക്കാം. ഇതിൽ വേറെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഒന്നും ഞാൻ കാണുന്നില്ല. മേ ബി ഇതിൽ ഹീറ്റ് അഡ്ജസ്റ്റിങ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഇത് അകത്തോട്ട് കേൾസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കെയർ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇത് പ്രോപ്പറായിട്ട് ചെയ്താൽ കിടിലമായിട്ട് വരും. ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കും ചെറിയ പേടിയുണ്ട്. ഒന്നും ആയില്ല. യെസ്, അങ്ങനെയല്ല ട്രസ്റ്റ് ദി പ്രോസസ് എന്നാണല്ലോ. നമുക്ക് നോക്കാം. ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തത് കൊണ്ടുള്ള ചെറിയ ചില പേടികൾ എനിക്ക് ആക്ച്വലി ഉണ്ട് ഇതിൽ. അതിന് മാത്രമല്ല, ഇതെന്താ എൻ്റെ നമ്മൾ തോക്കുന്നില്ല ഗൈസ്. നമ്മൾ ട്രസ്റ്റ് ദി പ്രോസസ്. ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ നല്ല രീതിക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ഓക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ അല്ല, തൊടാൻ പറ്റുന്നില്ല ഗൈസ്, അത്രയ്ക്ക് ചൂടാണ്. എൻ്റെ കേളറിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഹോൾഡ് ടു. ഇതെന്താണ് ആക്ച്വലി ഇങ്ങനെ? കുറച്ച് ഇങ്ങനെ നമ്മൾ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെയിറ്റഡ് ഫോർ just hold for 60 to 120 seconds. Okay, look at this guys. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ആ കേൾ. യെസ് ഇറ്റ് ഈസ്. ഇപ്പോൾ കുറച്ച് ഓക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാക്കി കൂടെ ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഏതോ നാട്ടിലുള്ള കേളറിനെ പോലെ ആയി ഞാൻ. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങോട്ടൊക്കെ ഇടുമ്പോൾ സെറ്റാവും. യെസ്, കുറച്ചുകൂടെ ഹെയർ എടുക്കാം. ഇങ്ങനെ ഒന്ന് എൻ്റെ വരേക്കും പോയിട്ട്. ഇതെന്താ അടങ്ങിയിരിക്കാത്ത? എൻ്റെ ഹെയർ ആയതുകൊണ്ടായിരിക്കാം. ഇത് വേറൊരു മെത്തേഡാണ്. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ,
ഞാനിത് പഠിച്ച് വഴിയെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഓക്കെ ഗൈസ്. ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. ഓക്കെ, സംഭവം അടിപൊളിയാണ്. പക്ഷേ നമുക്ക് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. എനിക്ക് പ്രാന്തായി ഗൈസ്, എനിക്ക് മാത്രമല്ല നാട്ടുകാർക്കും പ്രാന്തായി. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ 2 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ആ ഹെയർ ഒക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി വെച്ചിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം കേളിങ്. സോ ഞാൻ ഇത് ഇങ്ങനൊരു പോർഷൻ എടുക്കുന്നുണ്ട്, എടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി പോർഷൻ നമുക്ക് കെട്ടി സെറ്റാക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ ഓഫ് ഹെയർ എടുത്തു. അത് നമുക്കിനി ഇത് start to curl. Wow. Okay. നമ്മൾ കുറച്ച് ഹെയർ, സോ ഇത് നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് നെക്സ്റ്റ് കുറച്ച് പോർഷൻ എടുക്കാം. കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇത് റിലീസ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ എൻ്റെ ഫേസ് ഇപ്പോൾ ഉള്ളവർ പ്രോയാണ് ഗേസ്, ബാക്കിയുള്ളവരും പ്രോ ആയിരിക്കും. ഞാനിത് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുവരെ, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സോ ഞാനും സൂൺ ഇതിലൊരു പ്രോ ആകും. നമുക്കൊന്ന് റിലീസ് ചെയ്തോളൂ. ഫൈനലി നമ്മൾ we did it. Yes. Okay. ഓക്കെ, അങ്ങനെ ഫൈനലി സോ ഇന്ന് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഹെയറും ചെയ്യുന്നില്ല. സോ അങ്ങനെ ഈ 2 പ്രോഡക്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് രണ്ടും എനിക്ക് 10/10 തന്നെ കൊടുക്കണം. ബിക്കോസ് രണ്ടും സൂപ്പർബ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. രണ്ടും ഈസി ടു യൂസ് ആണ്. നല്ല രീതിക്ക് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് കുറച്ചുകൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും എൻ്റെ കൈക്കൊന്ന് മാനേജബിളും ആക്കിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്റ്റൈലിംഗ് മെത്തേഡുകളായിട്ട് വീണ്ടും നെക്സ്റ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.